Hey guys, welcome back to my channel. So ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു സെൽഫ് കെയർ ആണ്. ഞാൻ കുറച്ചായി വിചാരിക്കുന്ന ഒരു സെൽഫ് കെയർ വ്ലോഗ് അല്ലെങ്കിൽ ഒരു ലോങ് വീഡിയോ ആയിട്ട് എടുക്കാമെന്ന്. സോ ഫൈനലി ഐ ആം ഹിയർ. സോ ആദ്യം തന്നെ നമുക്ക് ഹെയർ മുതൽ കൂടുതൽ ഹെയറിൽ എണ്ണ തേക്കാറില്ല. ഞാൻ ഒട്ടും തേക്കാറില്ല, ഞാൻ ഭയങ്കര കമ്മിയാണ്. മാസത്തിലൊരിക്കലും തേച്ചു എന്നുള്ളൂ. ഞാൻ എണ്ണ ഒട്ടും തേക്കാറില്ല, എനിക്ക് പറ്റില്ല. അതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ഷാമ്പുവും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കണ്ടീഷണറുമാണ് ഞാൻ ഉപയോഗിക്കാറ്. ഈ ഒരു ഷാമ്പു എന്താ വെച്ചാൽ ഡാൻഡ്രഫ് കുറയ്ക്കും. ഇപ്പോൾ എൻ്റെ ഡാൻഡ്രഫ് ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹെയർ കെയർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടുത്തെ ഷാമ്പും കണ്ടീഷണറും മാത്രമാണ് ഇട്ടിട്ടുള്ളൂ. കുറച്ചായിട്ട് മുടി ഉണങ്ങി കഴിഞ്ഞാൽ ഞാൻ ചെയ്യാറുള്ളതാണ് ഈ റോസ്മേരിയുടെ. ഇതിൻ്റെ തന്നെ ഫ്ലാക്സ് സീഡ് ഉണ്ട്. അത് ഞാൻ ഉപയോഗിച്ച് നോക്കിയില്ല, പക്ഷെ നല്ലതാണ് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഫ്ലാക്സ് സീഡ് മാത്രമായിട്ട് വെള്ളത്തിലാക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. അത് നന്നായി എനിക്ക് തോന്നി. കുറച്ചൊരു മുടി സ്മൂത്ത് ചെയ്യണ പോലെ തോന്നി. ഇല്ലെങ്കിൽ ഈ ഒരു റോസ്മേരി വാട്ടറും അടിപൊളിയാണ്. ഞാൻ എല്ലാ ദിവസവും തേക്കില്ല, എനിക്ക് ഭയങ്കര മടി. ഞാൻ ആഴ്ചയിൽ ഒരു വട്ടോ ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഉപയോഗിക്കില്ല, ഡെയിലി ഉപയോഗിക്കില്ല. അതാണ് പ്രശ്നം. ഡെയിലി ഉപയോഗിച്ചാൽ നമുക്ക് ബേബി ഹെയർസും പിന്നെ കുറച്ച് ഹെയർ ഫോളിലും ഒക്കെ കമ്മി കിട്ടും. ഇനി ബോഡിക്ക് ഞാൻ വീക്ക്ലി ചെയ്യാറ് ഒരു സ്ക്രബാണ്. ഇതിന് 200 എത്രയാണ് എനിക്ക് തോന്നുന്നു. സ്ക്രബിൻ്റെ ബോഡി സ്ക്രബിൻ്റെ ഏറ്റവും വില കുറഞ്ഞത് ഇത് മാത്രമേ ഉള്ളൂ. ഇതുണ്ടല്ലോ അത്യാവശ്യം നല്ല സ്ക്രബാണ്. ഇതിൽ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഞാൻ റൈസിൻ്റെ ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്, റൈസ് വാട്ടറിൻ്റെ ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് കുറേ നാൾ നിൽക്കുകയും ചെയ്യും. പിന്നെ എല്ലാ ആഴ്ചയും ചെയ്യാൻ മതി സ്ക്രബ്. എപ്പോഴും നമ്മൾ ചെയ്യാറില്ല. ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താൽ ഡെഡ് സ്കിന്നൊക്കെ പോയി നല്ല സ്മൂത്ത് കിട്ടും. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കടലമാവ് ഉണ്ടല്ലോ, അത് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ ഷുഗറോ കോഫി വെച്ചിട്ട് അതായിട്ട് ഉപയോഗിക്കാം. അതും നല്ലൊരു സ്ക്രബാണ്. പിന്നെ വീക്ക്ലി വൺസ് ഉപയോഗിക്കാൻ നോക്കുക. കൂടുതൽ അത് ഉപയോഗിച്ച പ്രശ്നമാണ്. അപ്പോൾ കൂടുതലല്ലാതെ വീക്ക്ലി വൺസോ ട്വൈസോ നോക്കാം. പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ബോഡി ലോഷൻ ഇല്ലെങ്കിൽ അതുപോലെ തന്നെ മിസ്റ്റൊക്കെ ഉപയോഗിക്കുക. ബോഡി ലോഷൻ്റെ മേലെ മിസ്റ്റ് ഇട്ടാൽ കുറച്ചുകൂടി ലോങ് ലാസ്റ്റ് ചെയ്യും. അടുത്ത് നമ്മുടെ ഫേസിന് വന്നിട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ ഏതെങ്കിലും ഒരു ഫേസ് വാഷ് എടുത്ത് ഫേസ് വാഷ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ സ്ക്രബോ ഇല്ലെങ്കിൽ അതുപോലെ തന്നെ വല്ല ഫേസ് പാക്കോ ഉപയോഗിക്കുക. ഞാൻ കൂടുതൽ ഫേസ് പാക്കാണ് ഉപയോഗിക്കാറ്, പക്ഷേ ഇടയ്ക്ക് ഞാൻ സ്ക്രബും ഉപയോഗിക്കാറുണ്ട്. ഈ ചെയ്യുന്ന സ്കിൻ കെയർ ഞാൻ മെയിനായിട്ട് മന്ത്ലി ആണ് ചെയ്യാറ്. ആദ്യം തന്നെ ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകിയിട്ട് ഈ സ്ക്രബ് ഉപയോഗിക്കും. അത് കഴിഞ്ഞ് ഞാൻ സാധാരണ ഫേസ് പാക്ക് ഉപയോഗിക്കാറുണ്ട്, പക്ഷെ ഇന്ന് എനിക്ക് ഉപയോഗിക്കാൻ തോന്നിയില്ല, അതാണ് ഞാൻ എടുക്കാൻ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല മുൾട്ടാനി മിട്ടിയോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് ഹോം മെയ്ഡായിട്ട് ചെയ്യാമല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷീറ്റ് മാസ്ക് ആണ് വയ്ക്കുക. പ്രത്യേകിച്ച് സ്ക്രബ് ഈ 2 സ്ഥലത്താണ് എന്തായാലും ചെയ്യേണ്ടത്. ഞാൻ ഇപ്പോൾ ഫേസ് ഫുള്ളായിട്ട് സ്ക്രബ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫേസ് കഴുകിയിട്ട് നമുക്ക് ഷീറ്റ് മാസ്ക് വയ്ക്കുക. ഷീറ്റ് മാസ്ക് ഞാൻ അതുപോലെ മന്ത്ലി ഇല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴൊക്കെ തന്നെ വയ്ക്കാറുള്ളൂ. ഇത് ഞാൻ സ്റ്റുഡിയോത്തെയാണ് വാങ്ങിയിട്ടുള്ളത്. ഞാൻ പറയുകയാണെങ്കിൽ ഷീറ്റ് മാസ്ക് സ്റ്റുഡിയോന്നൊന്നും വാങ്ങരുത്. ഞാൻ ഇപ്പോൾ വെറുതെ ട്രൈ ചെയ്യാൻ ഓഫർ കണ്ടപ്പോൾ വാങ്ങിയതാണ്. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ നല്ല ബ്യൂട്ടി ബ്രാൻഡ്സ് ഉണ്ടാവുമല്ലോ കുറച്ച് നല്ലത്, അതൊന്ന് വാങ്ങലാവും കുറച്ചുകൂടി നല്ലത്. ഇത് ഞാൻ വെറുതെ ഓഫർ കണ്ടപ്പോൾ വാങ്ങിയതാണ്. പക്ഷേ എനിക്ക് ഈ ഒരു ഷീറ്റ് മാസ്ക് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് പെട്ടെന്ന് മുഖത്ത് പറ്റാത്ത പോലെ തോന്നി. സാധാരണ ഒരെണ്ണം സ്റ്റുഡിയോന്ന് വാങ്ങിയപ്പോൾ അതെനിക്ക് നന്നായി തോന്നിയതായിരുന്നു. പക്ഷേ ഇത് ഞാൻ ആദ്യമായിട്ടായിരുന്നു ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഉണ്ടല്ലോ സ്കിൻ അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലിപ് കെയർ ആയിട്ട് വെറും ഷുഗറും ഹണിയും വെച്ചിട്ട് സ്ക്രബ് ചെയ്യാം. സാധാരണ ഞാൻ അപ്പോൾ അത് കമ്മിയാണ്, ഞാൻ ഒട്ടും ചെയ്യാറില്ല. പക്ഷെ നിങ്ങൾക്കത് വേണമെങ്കിൽ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാ സ്കിൻ കെയർ ചെയ്യണ പോലെ എപ്പോഴും ചെയ്യണ പോലെ തന്നെ മോയ്സ്ചറൈസറും ലിപ് ബാമും വെച്ചിട്ട് ഞാൻ തീർത്തിട്ടുണ്ട്. സോ ഇതാണ് എൻ്റെ ഒരു സ്കിൻ കെയർ. ഇത് കൂടുതൽ ഞാൻ മന്ത്ലി ആണ് ചെയ്യാറ്. ഞാൻ പറഞ്ഞല്ലോ സ്കിൻ കെയർ നമുക്ക് മന്ത്ലി വീക്ക്ലി ഇല്ലെങ്കിൽ റുട്ടീനായിട്ട് ചെയ്യാം. ഡെയിലി ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ രാവിലെ ഫേസ് വാഷ് പിന്നെ അതുപോലെ തന്നെ ടോണർ മോയ്സ്ചറൈസർ സൺസ്ക്രീൻ ആണ് ചെയ്യാറ്. പിന്നെ രാത്രിയായിട്ടും അതിനായിട്ട് വേറെ റുട്ടീൻ ഉണ്ടാവും. നമുക്ക് വേണമെങ്കിൽ സിറം മാത്രം ഉപയോഗിക്കാം. ഇപ്പോൾ ഞാൻ ചെയ്ത സ്കിൻ കെയർ നിങ്ങൾക്ക് വീക്ക്ലി ആയിട്ടും ചെയ്യാം മന്ത്ലി ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൻ കെയർ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. അപ്പോൾ അത്രയുള്ളൂ. ബൈ.